ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കൈറോയിലൂടെയുള്ള നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൈറോ ടവറിൻ്റെ മുകളിൽ കയറിയ സമയത്ത് നമ്മൾ നൈൽ നദിയിലൂടെ ബോട്ട് യാത്ര നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളും ഒരു നൈൽ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നൈൽ ഫാറോ ക്രൂയിസിലാണ് നമ്മൾ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അവരുടെ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നത് കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ നെയിം പോലെ തന്നെ നൈൽ ഫാറോ ക്രൂയിസ് എന്നവരുടെ നെയിം പോലെ തന്നെ ഇവിടെ ഫറോവമാരും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കുറേ പ്രതിമകളും പിന്നെ അതുപോലെ അവരുടെ കുറേ ലിപികളൊക്കെ പല ഭാഗത്തും കൊത്തിവെച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മൾ വെൽക്കം ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇവരുടെ ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇവർ അരയന്നങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരു ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളും അതുപോലെ കുട്ടികൾക്കൊക്കെ അത് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ശരിക്കൊരു കൗതുകമായിട്ട് തോന്നി കേട്ടോ. നമ്മളിപ്പോൾ ബോട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. 2 നിലകളിലായിട്ടാണ് ഈ ബോട്ട് ഉള്ളത്. താഴെയുണ്ട്, മുകളിലും ഉണ്ട് ഡൈനിങ് ഏരിയ. ഒരുപാട് വലിയ സ്പേസ് തന്നെയാണ് ഡൈനിങ്ങിനൊക്കെ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയ ബോട്ട് തന്നെയാണ്. പിന്നെ മുകളിൽ നിന്നാണ് പുറത്തേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ബോട്ടിനകത്തും നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ബോട്ടിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നൈൽ എത്ര വിശാലമായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകം മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ ഏതാണ്ട് 7000 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി കേട്ടോ. ഈജിപ്തുകാരുടെ വികസനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നൈൽ നദി. കാരണം ടൂറിസം മേഖലയിലാണെങ്കിലും ശരി, പിന്നെ അതുപോലെ അവരുടെ കൃഷിക്കൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ഈ നൈൽ നദിയിലെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇതിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നദിയുടെ 2 സൈഡിലുമായിട്ട് വലിയ വലിയ ഹോട്ടലുകൾ, 7 സ്റ്റാർ 5 സ്റ്റാർ പോലുള്ള ഹോട്ടലുകളൊക്കെ 2 സൈഡിലായിട്ട് നിൽക്കുന്ന കാണാനുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ബോട്ടുകൾ ഇതുപോലെ യാത്രക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടുകൾ നമ്മളെ പാസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഈ നൈൽ നദിക്ക് മുകളിലൂടെ ഒരുപാട് പാലങ്ങളും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ടു അവറാണ് ബോട്ട് യാത്ര ഉണ്ടായിരുന്നത്. ഇതിനകത്തെ മറ്റ് യാത്രക്കാരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായി. എല്ലാവരും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് ഒരുമിച്ചാണ് യാത്രയൊക്കെ നടത്തിയത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും നല്ല വെൽക്കമിങ് ആണ്. ടൂറിസ്റ്റുകളുടെ അടുത്തൊക്കെ നല്ല രീതിയിലാണ് അവരൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നത്.
ഫുഡ് ബൊഫേ ആണ് ഉണ്ടായിരുന്നത്. അത് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. ഫുഡ് എല്ലാ ടൈപ്പിലുള്ള ഫുഡും ഉണ്ടായിരുന്നു. സാലഡ്സ്, സൂപ്പ്, പിന്നെ ബീഫ്, ചിക്കൻ, ഫിഷ്, ഇതിലൊക്കെ ഡിഷസ് ഉണ്ടായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് ആണെങ്കിലും ഈജിപ്ഷ്യൻ സ്വീറ്റ്സ് ആണെങ്കിലും അതുണ്ടായിരുന്നു. പിന്നെ കേക്ക് പോലെയുള്ള മറ്റ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല ക്വാളിറ്റി 5 സ്റ്റാർ ക്വാളിറ്റിയിലുള്ള ഫുഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ما ينساش قالوا ناسه السعد مهما بيعلى عمره ما ينسى اساسه مهما ربنا يديله ما ينساش اهله ناسه. ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ അറബിക് സോങ്സും അതുപോലെ ഈജിപ്ഷ്യൻ ഡാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസേഴ്സൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് തന്നെയാണ് അവർ നമ്മളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെയാണ് എൻജോയ് ചെയ്തത്. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ നൈൽ ക്രൂസ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും നൈൽ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര തീർച്ചയായിട്ടും നടത്തണം.